2014-15 രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന 1,52,000 കിലോമീറ്റർ മാത്രം ഓടിയ 2 വീല് മാനുവൽ വരുന്ന ഒരു അടിപൊളി ഫോർച്യൂണറുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ കൊടുക്കുന്നത്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് പറഞ്ഞാൽ മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയും കേട്ടോ. അത് നമുക്ക് ഗ്യാരണ്ടിയാണ്. ചേസ് ഭാഗങ്ങളാണെങ്കിലും അപ്രോണ്ട സൈഡാണെങ്കിലും ഈ ഒരു സൈഡ് ഭാഗങ്ങളാണെങ്കിലും ഒന്നും എവിടെയും മേജറായിട്ടുള്ള ഒരു തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ കാണിക്കാൻ കഴിയില്ല. ഏകദേശമൊക്കെ ഒരു കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം തന്നെയാണ്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ബോഡി കാര്യങ്ങളാണ് കേട്ടോ. ഇന്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും കമ്പനി പെയിന്റ് വരുന്ന വാഹനം തന്നെ കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40%, 50%, 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻഷുറൻസ് ഒക്കെ ടൈം വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും കമ്പനി പെയിന്റ് വരുന്ന ഒരു വാഹനം തന്നെ കേട്ടോ. ഓവർ ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. മെക്കാനിക്കൽ പരമായിട്ടൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് മെക്കാനിക്കൽ പരമായിട്ട് മേജർ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സീറ്റ് കവേഴ്സൊക്കെ നോക്കണമെങ്കിൽ നല്ല ബ്രാൻഡ് സീറ്റ് കവർ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പുതിയ ന്യൂ സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. 2014 മുതൽ നമുക്ക് ബ്ലാക്കിലാണ് ഈ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ നമ്മൾ ഈ കപ്പ് ഹോൾഡർ വെക്കുന്ന ഇതിൻ്റെ ഈ ഒരു അടപ്പ് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു അടപ്പ് പോയിട്ടുണ്ട്. ആ സൈഡിലൊരു അടപ്പ് പോയിട്ടുണ്ട്. അതേപോലെ ഈ ഹാൻഡ് റെസ്റ്റ് വെക്കുന്ന ഈ ബോക്സിൻ്റെ ഈ അടപ്പ് നമുക്ക് സെപ്പറേറ്റ് നമ്മൾ പുതിയ സെറ്റാക്കി തരും കേട്ടോ. അത് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അത് നമ്മൾ മാറ്റി തരും. ബാക്ക് സീറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. സീറ്റ് വൈസൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കാണാം. വീല് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നിലവിലുള്ളത്. എൻജിൻ സൈഡ് നോക്കുമ്പോഴേ ഇതിൻ്റെ അപ്രോണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും എവിടെയും കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഈ ഭാഗം പഞ്ചിങ്ങൊക്കെ പക്കയാണ് വരുന്നത്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. ഈ വാഹനം 2014-15 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. കേരളത്തിൽ NOC എടുത്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ട് തരുന്ന പ്രൈസാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ടാക്സ് അടച്ച് നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ്. ഇതുമ്പോൾ ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ഇത് 12,50,000 രൂപയ്ക്ക് ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് മേജർ കംപ്ലൈൻറ്റുകൾ ഇല്ല എന്നല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തുണ്ടെങ്കിലും റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷൻ തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, നിലമ്പൂർ, കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.